റബ്ബർ തോട്ടത്തിൻ്റെ ഓണറാണ് നിൽക്കുന്ന റെഡ് ടീഷർട്ട്. മെഷീൻ വെച്ച് എല്ലാം വൃത്തിയാക്കുക. റബ്ബർ തോട്ടം. എല്ലാം മെഷീൻ വെച്ച് ഇങ്ങനെ ആക്കി. ഭയങ്കര കാടായിരുന്നു. ജോജിയുടെ അനിയനാ ബൈജു. അതെ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചട്ടിച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചതാണേ. അപ്പം ഇന്ന് പറമ്പ് ശരിയാക്കാനായിട്ട് അപ്പുറത്തെ റബ്ബർ തോട്ടം ശരിയാക്കാൻ രാവിലെ 8:30 2 പേര് വന്നേ. ഞാൻ അവരുടെ കൂടെ അത് നോക്കി നിൽക്കുമായിരുന്നു. കാരണം നോക്കി നിന്നൊക്കെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എളുപ്പം അങ്ങ് തെളിച്ചിട്ട് പോയാൽ പിന്നെയും പെട്ടെന്ന് കാടാവേ. ഞാൻ എന്നിട്ട് അത് അവർ 12 പോയപ്പം ഞാൻ എന്നിട്ട് ഇടയ്ക്ക് വന്ന് ഞാൻ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിച്ചു, ഒരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് എല്ലാം കഴിഞ്ഞ് ചോറും എല്ലാം വാർത്തു. കറികളുടേത് അങ്ങോട്ട് തുടങ്ങുമായിരുന്നേ. അപ്പം ദാണ്ടെ ഒരു സന്തോഷ വാർത്ത പോസ്റ്റ്മൺ വിളിച്ചു. ഗൂഗിളിൽ നിന്ന് എന്തോ വന്നിട്ടുണ്ടെന്ന്. അപ്പോഴേ എനിക്കറിയാമായിരുന്നു എന്നാന്ന്. നിങ്ങളെ സന്തോഷം അറിയിച്ചില്ലെങ്കിൽ എങ്ങനെയാ? നമ്മളുടെ പിൻ നമ്പറാണ്. ആരണാണെന്നേ സ്കൂളിൽ പോയിരിക്കുന്ന. ആഷറിനോട് ഞാനിപ്പോൾ പറഞ്ഞു. ആഷർ വെളുപ്പിനെ 3:30 ആയപ്പോഴാണ് വന്നത്, ജോലിയും കഴിഞ്ഞ്. അപ്പം കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ എഴുന്നേക്കുന്നേ ഉള്ളൂ. ഇതാ ഞാൻ പിൻ നമ്പർ വന്നെന്ന് പറഞ്ഞപ്പോൾ ആഹാ അടിപൊളി എന്ന് പറഞ്ഞ് കണ്ണും തിരുമ്മി വരുന്നുണ്ട്. നമുക്ക് ആഷറിനെയും കൂടെ വിളിച്ചിട്ട് ഇത് പൊട്ടിക്കാം. എന്നിട്ട് വേണം പോയി കറികളൊക്കെ വെക്കാം. ഇന്ന് ഞാൻ ചട്ടിച്ചോറ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇത് കയ്യിലോട്ട് കിട്ടിയ ഉടനെ ഒപ്പിട്ട് കൊടുത്ത് വാങ്ങിച്ചിട്ട്, രജിസ്ട്രേഡ് പോസ്റ്റാണ് വാങ്ങിച്ചിട്ട് ഞാൻ വന്ന് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞു. ബൈബിൾ വാക്യം എടുത്തേ. എനിക്ക് എല്ലാ കാര്യവും അങ്ങനെയാണ്. അപ്പം എനിക്ക് കിട്ടിയത്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. കണ്ടോ? അത്രയും ഞാൻ വായിച്ചുള്ളൂ, ബാക്കി വായിച്ചില്ല. ബാക്കിയൊക്കെ എനിക്ക് കാണാപ്പാടാണ്. സങ്കീർത്തനം 128, സാംസ് 1-8. അപ്പം എന്ത് കറക്റ്റാ? നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. കണ്ടോ? ആഷറിനെ വിളിച്ച് പൊട്ടിക്കാം. ആരൺ ഇതെപ്പോഴും വരുമ്പോൾ ചോദിക്കും വന്നോന്നേ. എന്ത് സന്തോഷമല്ലേ. ഞാൻ എന്ത് കഷ്ടപ്പെട്ടാന്നറിയാം. എന്ത് കഷ്ടപ്പെട്ട്, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട്. ഒത്തിരി ദിവസം ശരിക്ക് വിഷമിച്ചൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് ദിവസം. ഇപ്പം കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. പിൻ നമ്പറും വന്നു. ഇനിയിപ്പം നല്ലതായിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടണം, നല്ല റീച്ച് കിട്ടണം, അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും ഹെൽപ്പ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഏത് കണ്ടൻറ് ഇടണം, എങ്ങനെയുള്ളത് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരണം. ഞാൻ ഇട്ടോളാവേ. പ്രാർത്ഥിക്കുകയും വേണേ. ആഷറിനെ വിളിക്കട്ടെ ഇത് പൊട്ടിക്കാം. അതോ ആരണും കൂടെ വന്നിട്ട്, ആരൺ വരുമ്പോഴത്തേക്ക് ആഷർ പോകും. വൈകുന്നേരം ആഷറിന് ജോലി, വെളുപ്പിനെ വരെയുണ്ട്. നോക്കട്ടെ, വിളിക്കട്ടെ. എഴുന്നേറ്റ് വരുമ്പം കുരിച്ച ഹാപ്പി ന്യൂസാ. പൊട്ടിക്ക്. ആരണം കൂടെ വേണ്ടിയായിരുന്നു. ശ്രദ്ധിച്ചു പൊട്ടിക്കണേ. അങ്ങനെയാണോ? ഒന്നും പോയേക്കല്ലോ. എനിക്ക് കിട്ടിയ വചനം കണ്ടോ ഒരീച്ച ഇത് വന്നപ്പോൾ? ഇത് കണ്ടോ? 128 സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന
ഏവനും ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. കറക്റ്റ് അല്ലേ? ആ വന്നോ പിന്നെ കുരേച്ചിനെ കൊണ്ടാ പൊട്ടിപ്പിച്ച്. എന്നിട്ട് കുഞ്ഞു വന്നിട്ട് അതെല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞ് കുരേച്ചൻ കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞിട്ട്. ഹാപ്പിയായോ? അമ്മയ്ക്ക് വേണ്ടി ആ